LDF-നെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. കാര്യം തീ അല്ലാത്ത എല്ലാം ഞങ്ങൾ കാശ് കൊടുത്താ മേടിക്കുന്നത്. വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു ഞങ്ങൾക്കല്ല. ദൈവത്തിനാണോ ഉള്ളത്? വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നടിച്ചൊന്നും പോയിക്കില്ല. കോൺഗ്രസിന്റെ പാട്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു അയ്യപ്പ ഒരു പാട്ട്, ഒരു പാരഡി പാട്ടാണ്. നിങ്ങൾ നോക്കൂ, അതിലാണ് അവർ ഊന്നിയത്. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഒരു വേദികളിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. ഹായ് എവരിവൺ, ഇവറ്റകൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ആദ്യം അരുൺകുമാർ പറയുന്നത് നമുക്ക് കേൾക്കാം, അതിനുശേഷം സ്റ്റെപ്പായിട്ട് എല്ലാത്തിനുമുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, LDF-നെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. കാര്യം ഇത് കണക്കുകളിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനി ഭരണവിരുദ്ധ വികാരം ഏത് വകുപ്പിനെതിരെയാ? വളരെ ലളിതമായ ചോദ്യം, ഏത് വകുപ്പിനെതിരെയാ ഭരണവിരുദ്ധ വികാരം നമ്മൾ പ്രധാനമായിട്ടും പറയുക? എടാ അരുൺകുമാറെ, ഒരു കാര്യം നീ ചിന്തിക്കണം. ഒരു 1000 രൂപ കൊണ്ട് നീ ടൗണിലേക്ക് പോകണം, എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ? പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാണ് അരുൺകുമാറെ. പിണറായി വിജയന്റെ ഭരണം കാരണം 2 നേരം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിനക്കൊക്കെ PR-ന്റെ ഭാഗത്ത് ഇഷ്ടം പോലെ പിണറായി വിജയൻ പൈസ തരും. പിണറായി വിജയനെ പൊക്കി പറയുന്നത് കൊണ്ട് ഇഷ്ടം പോലെ പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരുടെ സങ്കടം നിനക്ക് അറിയില്ല അരുൺകുമാറെ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ബാക്കി കൂടി കേട്ടുനോക്കാം. ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കാണെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ധനവകുപ്പിനെതിരെ നമ്മൾ മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ഡിബേറ്റ് തയ്യാറാണോ? ആരോഗ്യവകുപ്പ് മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ടാണ് കേട്ടോ, UDF-ലെ സർക്കാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശിവകുമാറിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ചില മെഷീനുകൾ പ്രവർത്തിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ്. എടാ അരുൺകുമാറെ, 2016 വേറെയാണ്, 2025 വേറെയാണ്. 10 വർഷത്തെ ഡിഫറൻറ്റ് ഉണ്ട്. 2025 ആകുമ്പോൾ സംവിധാനം മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ സമയത്ത് മിഷനും കാര്യങ്ങളൊക്കെ ഇല്ല. അതിന് നീ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നോ? ജനങ്ങൾക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് അരുൺകുമാറെ? നിന്റെ നാട്ട്, അതായത് നിന്റെ സ്വന്തം നാട്ടിൽ തന്നെ നീ ജസ്റ്റ് 4-5 വീട് ഇറങ്ങി ചോദിക്കുക എങ്ങനെയുണ്ട് പിണറായിയുടെ ഭരണമെന്ന്. ഞാൻ വെച്ച് തരാം. കുറേ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പിണറായി വിജയൻ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് എല്ലാം ഞാൻ വെച്ച് തരാം. ഓക്കെ, നമുക്ക് അരുൺകുമാർ പറയുന്ന ബാക്കിയും കൂടി കിടന്നോക്കാം. കാത്ത് ലാബുകൾ വരാതിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ജിമ്മി അടക്കം എന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിന്റെ പരിതാപകരമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ളതാണ്. അരുൺകുമാറെ, മറ്റേ ഈ കൊറോണ വന്നപ്പോൾ ആരാണ് പൈസ മുക്കിയത്? പിണറായി അല്ലേ? എത്ര പൈസയാണ് പിണറായി മുക്കിയത്? എന്തിനു വേണം? വയനാടിൽ ഞങ്ങൾ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെ വയനാട് ദുരന്തത്തിന് നമ്മൾ അയച്ചു കൊടുത്ത, സർക്കാരിന് നമ്മൾ അയച്ചു കൊടുത്ത പൈസ, പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുത്ത പൈസ കണ്ണിൽ ചോരയില്ലാതെ പിണറായി മുക്കിയില്ലേ അരുൺകുമാർ? നീ കണ്ടിട്ടില്ലേ? കൊറോണയുടെ പേര് പറഞ്ഞ് എത്ര കോടിയാണ് പിണറായി മുക്കിയത്? നീ കണ്ടിട്ടില്ലേ അരുൺകുമാറെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ടുനോക്കാം. ഇതെല്ലാം പലയിടങ്ങളിലും ഇനി ഏത് വകുപ്പ്? വിദ്യാഭ്യാസ വകുപ്പ്. ഓണം നേരത്തെ വന്നുപോയതാണ് കുഴപ്പം, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞ സർക്കാർ LDF സർക്കാരല്ല. എടാ അരുൺകുമാറെ, പാഠപുസ്തകമാണോ പ്രശ്നം, ജീവിതമാണോ? കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരാഴ്ച വൈകിപ്പോയി പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുക്കുന്നതിന്. അതിനെയാണ് അരുൺകുമാർ പറഞ്ഞത്. നിലവിലെ അവസ്ഥയിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് നിനക്കറിയോ അരുൺകുമാറെ? കാരണം ദാരിദ്ര്യമാണ്, വീട്ടിൽ ഭക്ഷണമില്ല, വാങ്ങാൻ പറ്റുന്നില്ല. ഒരു ദിവസം സാധാരണക്കാരായ കൂലിപ്പണിക്കാരന് 600-700 രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും കിട്ടുന്നില്ല സാധനം. കാരണം നിന്റെ പിണറായി എങ്ങനെയാണ് ഭരിച്ചു വെച്ചത്? ഇപ്പോൾ പാഠപുസ്തകമാണ് വലുത്, പിണറായിയുടെ ഭരണമാണോ? ചിന്തിക്ക് അരുൺകുമാറെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ടുനോക്കാം. ഇത് ഏത് വകുപ്പിനെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നത്? അപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സൃഷ്ടിക്കുന്ന പ്രചരണം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇടത് സർക്കാർ എന്ന പേരിലുള്ള പ്രചരണം കൊണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് കരുതിയാൽ അത് പര്യാപ്തമാവില്ല എന്നതാണ് എൻ്റെ പക്ഷം. അരുൺകുമാറെ, നിന്നെ ഞാൻ വിളിക്കുകയാണ്, എഴുതി വെച്ചോ. ഇവിടെ അരുൺകുമാർ പറയുന്നത്, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊരു വിഷയമല്ല, LDF തൂത്തുവാരും നിയമസഭയിൽ നിന്നാണ് അരുൺകുമാർ പറയുന്നത്. മോനെ അരുൺകുമാർ, 25 സീറ്റ് കിട്ടുന്നത് വലിയ ഭാഗ്യമായിട്ടുള്ളൂ, എഴുതി വെച്ചോ. നിങ്ങൾ കാരണം ഒരുപക്ഷെ BJPക്ക് 10-12 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാരണം, LDF കാരണം. അതായത് LDFന് ഇപ്രാവശ്യം കിട്ടാനുള്ളത് വെറും 20-25 സീറ്റാണ്. അത്ര കിട്ടിയാൽ അത്ഭുതമാണ്. അതിന് 1 സീറ്റ് പോലും കൂടുതൽ കിട്ടൂല. ഒരു പക്ഷേ BJPക്ക് 10-12 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവറ്റകളുടെ നാറിയ ഭരണം കൊണ്ടൊക്കെ കൊടുങ്കാറ്റാവുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അരുൺ പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം.
പക്ഷേ ഇടത് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇടത് മുന്നണി സ്വീകരിക്കേണ്ടത് ഈ പ്രചരണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ബന്ധം വോട്ടർമാരുടെയിൽ വോട്ടർമാരുടെയിൽ അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളത് ഇടതുപക്ഷം ആഴത്തിൽ പരിശോധന നടത്തണം, ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. ഓ ആണോ? ഇവിടെ പറയുകയാണ് അരുൺകുമാറെ, ഒരു കാര്യം പറയുകയാണ്, നിന്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നീ കോടീശ്വരനാണ്, നിനക്ക് ഇഷ്ടംപോലെ പൈസ പിണറായിയും തരുന്നുണ്ട്, റിപ്പോർട്ടറും തരുന്നുണ്ട്, നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അരുൺകുമാറെ ഒരു മണിക്കൂർ 4-5 വീട് ഇറങ്ങി നോക്ക് അരുൺകുമാറെ, എത്ര പേരുണ്ട് പാവം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ. നിന്റെ പിണറായി കാരണമാണ് അരുൺകുമാറെ. വീണ്ടും നീ പറയുകയാണ് പിണറായി വോട്ടിടാൻ. എന്ത് ഭാവിച്ചിട്ടാണ് ഞങ്ങൾ പിണറായി വോട്ടിടേണ്ടത്? അതായത് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ മൂന്നാമത് പിണറായി വരൂല, അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറയുകയാണ്. സത്യമല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാരുണ്ടോ? എല്ലാം പ്രവാസികളല്ലേ, ദുബായിലേക്ക് ഓടുകയാണ്. ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പിണറായി കാരണം. ഓക്കെ, ഇനിയാണ് ടിസ്റ്റ്. അരുൺകുമാർ അറിയാതെ പിണറായിയെ വിമർശിക്കുകയാണ്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ദേശീയപാത നീറ്റായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ നേട്ടമായി നമ്മളിത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു റീൽ വരും അല്ലേ, ഡ്രോണുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു റീൽ വരും. എന്നാൽ അതേ ദേശീയപാത തകർന്നു പോയാലോ, ആ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്ന് നമ്മൾ പറയും. ഇതാര് അരുൺകുമാറാ പറഞ്ഞത്? ഈ പറഞ്ഞത് 100% സത്യമാണ്. പിണറായി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റിയാസും പിണറായും ഇത് ഞങ്ങളുടെ വികസനമാണെന്ന് പറഞ്ഞിട്ട് റോഡ് പണി പൂർത്തിയായ സമയത്ത് ഞങ്ങളുടെ വികസനമാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് തകർന്നപ്പോൾ റിയാസും പിണറായും പറയുകയാണ് ഇത് ഞങ്ങളുടെ പണിയല്ല, കേന്ദ്രത്തിന്റെ പണിയാണ്, നരേന്ദ്രമോദിയുടെ പണിയാണെന്ന് നാണവും മാനവും ഇല്ലാത്ത സർക്കാർ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. ദേശീയപാത നന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദേശീയപാത അടക്കമുള്ള വികസനം കണ്ടില്ലേ, കണ്ണിന്റെ മുന്നിലൂടെ കണ്ണാടി പോലെ കിടക്കുന്ന ദേശീയപാത കണ്ടില്ലേ എന്ന് പറയും. തകർന്നു വീണാലോ, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറരുത് എന്ന് പറയും. എങ്ങനെ നിന്റെ വായുന്നത് വീണത് അരുൺകുമാറെ? കമ്മികൾ തെറിയോട് തെറിവിടിയാതിരുന്നു താഴെ അരുൺകുമാറിനെ തെറി വിളിക്കുകയാണ്. എന്തിനാണ് അരുൺകുമാറെ ഞങ്ങൾ തരുന്ന പൈസക്ക് നീ എന്തുകൊണ്ട് പണിയെടുത്തിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. എന്തിന് ഈ വാർത്ത കൊടുത്തു എന്ന് അരുൺകുമാറിനോട് ചോദിക്കുകയാണ്. അറിയാൻ പാടില്ലാതെ അരുൺകുമാറിന്റെ വായിന്ന് വീണതാണ് ഇങ്ങനെ ഒരു വാർത്ത. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടി കിടന്നു നോക്കാം. എന്തായാലും ശരിയായ നടപടിയല്ല. ഈ ദേശീയപാത മിന്നിത്തിളങ്ങി കിടക്കുന്നതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റ് അല്ലെന്ന് അറിയാമല്ലോ. പക്ഷേ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരിനെ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായി തള്ളി പറയുന്നില്ല. പക്ഷേ ഇപ്പൊ അരുൺകുമാർ പറയുകയാണ് ഇത് സർക്കാരിന്റെ പണിയേ അല്ല, ഇത് കേന്ദ്രം നരേന്ദ്രമോദിയുടെ പണിയിലാണ് ഇങ്ങനെ ആയത്. നാണമുണ്ടോ അരുൺകുമാർ നിനക്ക്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. തകർന്നു വീഴുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട്, പീഡബ്ല്യുഡിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. കരാറ് കൊടുത്തിരിക്കുന്ന കമ്പനി അത് ദേശീയപാത നേരിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് എങ്ങനെ സംശയം തോന്നാം? നന്നായി കിടക്കുന്ന സമയത്ത് അതിന്റെ ക്രെഡിറ്റും മോശമായി കിടക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വളരെ സാങ്കേതികമായ ഒരു ചോദ്യം മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വീഴ്ചയിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. അത് ദേശീയപാത അതോറിറ്റിയാണ് തന്നെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്. ഇവിടെ അരുൺകുമാർ പറയുകയാണ് ഇല്ല, പിണറായി വിജയന്റെ ഒരു തെറ്റുമില്ലെന്നാണ് അരുൺകുമാർ പറയുന്നത്. നാണവും മാനവും ഇല്ലാത്തവൻ. അതായത് ഇവനോട് ഞാൻ പറയുകയാണ് അരുൺകുമാറെ, സത്യസന്ധമായ വാർത്ത കൊടുക്കുക അരുൺകുമാറെ, മരിക്കാനില്ല അരുൺകുമാറെ. ഇപ്പോൾ അതായത് ഇന്ന് കണ്ട മനുഷ്യന്മാർ എത്ര ആരോഗ്യമുണ്ടായിട്ട് ഒരു ഗുണവുമില്ല, നാളെ മരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. 2 ദിവസം ദുനിയാവാണ്. എന്തിനാണ് ഇങ്ങനെ കള്ള വാർത്ത കൊടുക്കുന്നത് അരുൺകുമാറെ? നാണവും മാനവും ഇല്ലേ? ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം നീ ഇല്ലാതാക്കിയില്ല അരുൺകുമാറെ. ഓക്കെ, CPM-ന്റെ ഒരു നേതാവ്, വലിയ നേതാവ് തോൽവിയുടെ കാരണം പറയുകയാണ്. ഇനിയാണ് നമ്മളുടെ യഥാർത്ഥ കഥ, ചുട്ട മറുപടി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് അത് ദിവസം കേട്ട് നോക്കാം. എന്നുള്ളൊരു സത്യമല്ലേ? നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയല്ലേ. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നടിച്ചൊന്നും പോയിക്കില്ല. ആര് പറഞ്ഞു നിങ്ങളോട് തോൽവി? നിങ്ങൾ തോറ്റ് പണ്ടാരടങ്ങി. ഇനി ഒരു കാര്യം പറയുകയാണ്, CPM-ന്റെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്, 1987 അങ്ങനെയാണ്. ഓക്കെ, എന്നാൽ ഏറ്റവും CPM-ന്റെ അവസാന മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ പിണറായി വിജയൻ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇനി ഒരിക്കലും കേരളത്തിൽ പിണറായി സർക്കാർ എന്നല്ല LDF സർക്കാർ രൂപീകരിക്കാനില്ല. അതൊരു ഹിസ്റ്ററിയാണ്. EMS ആദ്യ മുഖ്യമന്ത്രി, പിണറായി വിജയൻ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി. അതുറപ്പാണ്. ഇനി കേരളത്തിൽ ഫൈറ്റ് ഉള്ളത് BJP-യും UDF-ഉം തമ്മിലാണ്. BJP-ക്ക് ഒരിക്കലും ഒരു കാലത്തും അധികാരം കിട്ടാനൊന്നും പോകുന്നില്ല. കൂടിപ്പോയാൽ 1 സീറ്റോ 2 സീറ്റോ, ബാക്കി മൊത്തം ഈ പറയുന്ന UDF-നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടാക്കാം. നിങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിച്ചില്ലേ? അത് ക്ലാരിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ ഇല്ല. എടാ നേതാവെ, 10% ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളെ നിങ്ങളെ വെറുത്തത് കൊണ്ട് നിങ്ങൾക്ക് ആരും വോട്ടിട്ടിട്ടില്ല. ഇപ്പൊ പറയുകയാണ് ഈ നേതാവ് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ജയിക്കും, അതെന്തോ ഈല് തോറ്റുപോയതാണ്. ആ MM മണി എന്ന കിളവൻ പറഞ്ഞ എന്താണ്, പെൻഷൻ കൊടുത്ത് നന്ദികേട് കാണിച്ചിട്ടില്ല. MM മണിയുടെ തറവാട് സ്വത്തിൽ നിന്ന് പെൻഷൻ കൊടുത്ത പോലെയാണ് MM മണി എന്ന് സംസാരിച്ചത്. നാണോ മാനോ ഇല്ലാത്തവർ അങ്ങനെ തന്നെ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ടോക്കാം. അല്ല, കാരണം ഞങ്ങൾ കണ്ടെത്തുകയാണല്ലോ. അല്ല, അത് വെറുതെ ഇങ്ങനെ തർക്കം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഞാനതിനില്ല. നിങ്ങളായിട്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. ഞാൻ അതെ, നിങ്ങളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എടാ, ഒരു കാര്യം പറയുകയാണ്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ തോറ്റതിന്റെ കാരണം നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരാൻ പഠിക്കണം. ഓക്കെ, ആ ഒറ്റകളുടെ ഒരു ഉത്തരം മുട്ടൽ. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്തുള്ള ഞങ്ങളൊരു നിലപാട് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കാരണങ്ങൾ എന്താ അതുകൊണ്ട് അഭിപ്രായമില്ല എന്നുള്ളതല്ല. അല്ല, തോറ്റു എന്നുള്ളൊരു സത്യമല്ലേ? നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല. ഓ, സത്യമാണോ? അല്ല, തോറ്റിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? ഇല്ലല്ലേ, LDF തോറ്റിനോ? ഏയ്, അത് മറ്റേ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി അങ്ങനെ വാർത്ത കൊടുത്തത്. ഏയ്, തോറ്റൊന്നുമില്ല. എനിക്ക് 600 സീറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തൊരു മഹാന് നമ്മുടെ ശിവൻകുട്ടിക്കുള്ള മറുപടിയാണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കേട്ടു നോക്കാം. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഒരു വേദികളിലും, ഇടതുപക്ഷത്തിൻ്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. എൻ്റെ പൊന്നു ശിവൻകുട്ടിയെ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, ജനങ്ങളാണ്. ഞങ്ങളെപ്പോലുള്ള ജനങ്ങളാണ് പറയുന്നത് പിണറായി വിജയൻ ഒരിക്കലും എങ്ങനെയെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രി കസാരയിൽ നിന്ന് ഓടിയാൽ മതി, ഭരണവികാര വിരുദ്ധമുണ്ടെന്ന് നിങ്ങളല്ല പറയേണ്ടത്, ഞങ്ങളാണ് ശിവൻകുട്ടിയെ പറയേണ്ടത്. ശിവൻകുട്ടി തന്നെയല്ലേ? ഓക്കെ, ബാക്കി കൂടി കേട്ടുന്നോക്കെ. അങ്ങനെ ഭരണവിരുദ്ധ വികാരവുമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. അത് തെറ്റായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഓ, ആണോ? തെറ്റായതാണോ? ശിവൻകുട്ടി സാറെന്ന് വിളിക്കുകയാണ്, പ്രായമായ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ട്. ഇവിടെ ഒരു സാധാരണക്കാരുണ്ട്, അത് നിങ്ങൾക്കറിയോ? അന്നക്ക് ഫുഡ് ചോറ് കഴിക്കുന്നത് വല്ല കഷ്ടത്തിലാണ്. കൂലിപ്പണിക്ക് പോയിട്ടാണ് കഴിയുന്നത്. അവരുടെ കഷ്ടമാണ്. അവരാണ് ഇത് പിണറായി വിജയന്റെ ഭരണവിരുദ്ധത ഉണ്ടെന്ന് പറയുന്നത്. കാരണം 600-700 രൂപ കൊണ്ടുപോയാൽ ഒന്നും സാധനം കിട്ടുന്നില്ല. നിങ്ങളുടെ സർക്കാർ അങ്ങനെ ആക്കി. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൂത്ത പൈസ ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ കുടുംബത്തിനും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഞങ്ങളെയൊക്കെ പറ്റിച്ച പൈസ ഒക്കെ നിങ്ങൾ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ആരും പൈസ കൊടുക്കാനില്ല ശിവൻകുട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ടിടാത്തത്. ഇനി നിങ്ങൾക്ക് വോട്ടിട്ട് വിജയിപ്പിച്ചാൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത് എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും ജീവനുണ്ടെങ്കിൽ. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അത് CPIയുടെ ബന്ധപ്പെട്ട ഏതോ കമ്മിറ്റി വിലയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്ക് അതിൻ്റെ ദുഷ്ടലാക്ക് ഉണ്ടായിരിക്കാം. ഓ, ആണോ ശിവൻകുട്ടി? ആണോ? ശരി, വിശ്വസിച്ചു. ഓക്കെ, നെറികേട് കാണിച്ചിട്ട് നെറികെട്ട ഭരണം നടത്തിയിട്ട് യുവന്മാർ മൈക്കുകളുടെ മുമ്പിൽ ഇങ്ങനെ ഉളുപ്പില്ല സംസാരിക്കാൻ ആര് യുവന്മാർക്ക് ലൈസൻസ് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ അമ്മമാർ 3 വർഷമായിട്ട് കരയുകയാണ്. എങ്ങനെയെങ്കിലും പിണറായി ഒന്ന് പോയാൽ മതി എന്ന് കരയുകയാണ്. നമുക്ക് ഇനി വീട്ടമ്മമാരുടെ അഭിപ്രായം അപ്പം ഞാൻ പറയുന്നത് പച്ചക്കള്ളമെന്നാണ് LDFകാർ പറയുന്നത്. LDFകാർ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നു എന്നാണ്. അവർ കാണാൻ വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാർ എന്താണ് പിണറായിയെ കുറിച്ച് പറയുന്നത്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. ഓക്കെ, തീ അല്ലാത്ത എല്ലാം ഞങ്ങൾ കാശ് കൊടുത്താ മേടിക്കുന്നത്. സത്യം, പൈപ്പ് കണക്ഷൻ സർക്കാർ വന്നയാ. വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു ഞങ്ങൾക്കല്ല. ദൈവത്തിനാണോ ഉള്ളത്? വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം. 7.3%. തൊട്ടടുത്ത് നിൽക്കുന്ന ഛത്തീസ്ഗഡിൽ പോലും 4.9% മാത്രമാണ് വിലക്കയറ്റ നിരക്ക്. നമ്മളെക്കാളും 2.4% കുറവ്. ഇത്രയധികം തുക മലയാളികൾ ചെലവാക്കുമ്പോഴും കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് കേരളത്തിന്റെ പൊതുകടമെന്ന് RBI പറയുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 1.62 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് പൊതുകടമെങ്കിൽ ഇന്നത് 4.81 ലക്ഷം കോടി രൂപയാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകാൻ 1500 കോടി രൂപ കടമെടുക്കാൻ ഒഴുങ്ങുകയാണ് കേരള സർക്കാർ. ഇത് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയും സർക്കാർ കുറച്ചതായി ആക്ഷേപമില്ല.
ഉദാഹരണത്തിന് മദ്യശാലകൾ തുടങ്ങാൻ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വേണ്ടാതായി. ഇത് മാത്രമല്ല, മദ്യശാലകളും സ്കൂളുകളും തമ്മിലുള്ള ദൂരപരിധി 200 മീറ്ററിൽ നിന്ന് വെറും 50 മീറ്ററായി കുറച്ചു. ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് 50% സർക്കാർ കൂട്ടിയത്. ഇത് കൂടാതെ ബിൽഡിംഗ് പെർമിറ്റ് ഫീസിലും വൻ വർധനവാണ് ഉണ്ടായത്. നിത്യോപയോഗ സാധനങ്ങളാവട്ടെ, പെട്രോൾ വിലയാവട്ടെ, കറണ്ട് ബില്ലാവട്ടെ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ പൈസ ചെലവാക്കുന്നവരാണ് ഇന്ന് മലയാളികൾ. കർണാടകയിൽ 200 യൂണിറ്റും തമിഴ്നാട്ടിൽ 100 യൂണിറ്റും വൈദ്യുതി ഫ്രീ ആണ്. വിശദമായി പറഞ്ഞാൽ 170 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ തമിഴ്നാട്ടിൽ ബില്ല് വരും? 170 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിന്റെ 2 മാസത്തെ ബില്ല് ഇതാണ്, 164 രൂപ. ഇനി കേരളത്തിൽ 170 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ബില്ല് വരും? കേരളത്തിൽ 170 യൂണിറ്റ് ഉപയോഗിച്ചാൽ 2 മാസത്തെ ബില്ല് 736 രൂപയാണ്. കേരളത്തിൽ 571 രൂപ കൂടുതലാണ്. അതായത് ഒരേ യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴും തമിഴ്നാടിനെക്കാളും 571 രൂപ കൂടുതലാണ് മലയാളികൾ നൽകുന്നത്. പെട്രോളിലെ അധിക സെസ് കൂടി കൂട്ടിയാൽ പെട്രോൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. കേട്ടോ ശിവൻകുട്ടി, കേട്ടോ പിണറായി വിജയനെ അനുകൂലിക്കുന്നവരെ, നിങ്ങൾ കേൾക്കണം ഈ വാർത്ത. സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ കൊല്ലാൻ പറ്റും, അങ്ങനെയൊക്കെ പിണറായിക്ക് കൊന്നു കഴിഞ്ഞു. ഇനിയും ഭരണം വേണമെന്ന് പറയുന്നത് തെറ്റല്ലേ? ഇനിയും ഭരിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? കൂട്ടത്തോട് എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും നമ്മൾ. കേരളത്തിൽ LDFകാർ മാത്രം ജീവിച്ചാൽ മതിയാവോ? എന്ത് ഭരണമാണ്? സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് ഒരു പയ്യനും കൂടി പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, പിണറായിക്കെതിരെ ഒരു പയ്യനും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്, നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ എന്നുള്ള ആ ഒരു പാട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ജെൻസി തലമുറകൾക്കിടയിലും വലിയ തരത്തിൽ തരംഗമായിരിക്കുകയാണ്. അതുപോലെ സംസ്ഥാന സർക്കാരിനെ ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പാട്ടാണ്. അത് UDF നേതൃത്വം ഏറ്റെടുക്കുകയും അത് പലതരത്തിലേക്ക് അത് ഇങ്ങനെ തരംഗമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുടിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പാട്ട് എഴുതിയത് ശരിയല്ല, ഈ പാട്ട് നിങ്ങളെ കരച്ചിരിപ്പിലൂടെ മാറിയിട്ടില്ല. പിന്നെ സ്വർണ്ണം കെട്ടത് സഖാക്കന്മാരല്ല, പിന്നെ അമ്മായിന്റെ പേരെ കുട്ടികളാണ് അവിടെ സ്വർണ്ണം ഇവിടെ കെട്ടത്. അത് അയ്യപ്പന്റെ സ്വർണ്ണം ഇവിടെ കട്ടുപാട് കൊണ്ടുപോയതേ, അതുകൂടെ കയ്യോടെ ഇവിടെ പിടിച്ചില്ലേ. ആ പിടിച്ചതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു പാട്ടൊക്കെ ഇവിടെ മാറ്റിയത്. അത് ജനങ്ങൾ എല്ലാവരും ഇവിടെ ഏറ്റെടുത്ത് സഖാക്കന്മാർ വരെ ആ പാട്ടിനെ ഇവിടെ വെക്കാണ്ട് ഇവിടെ ഡാൻസ് പാട്ട് ഇവിടെ കൂത്താണ്ടില് ഇവിടെ കളിച്ചിക്കണേ. അപ്പൊ അത്രത്തോളം ജന മനസ്സുകളുടെ ഹൃദയത്തിലേക്ക് കയറി പിടിച്ചൊരു പാട്ടാണത്. ആ പാട്ടിനെതിരെയൊക്കെ വെക്കാണ്ട് കേസ് കൊടുക്കാന്നൊക്കെ പറയുമ്പോ അപ്പൊ തന്നെ അവിടെ മനസ്സിലാക്കി നിങ്ങളൊക്കെ ഫുള്ള് മൊണ്ണന്മാരാണ് എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തോറ്റിക്കണ് എന്ന് പറയണ അംഗീകരിക്കാൻ അങ്ങന്മാരെ. ഇപ്പൊ പാട്ടിന്റെ പേരിലാണ് ഇപ്പൊ ഞങ്ങൾ തോറ്റെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കഥ പ്രസംഗിച്ച് വരും. എന്താന്ന് മനുഷ്യന്മാരെ അങ്ങന്മാരങ്ങള് ഇത്ര ഒരു നാണുമാനും വിവരം എന്ന് പറഞ്ഞ ആൾക്കാർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പോയിക്കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ പോവുക. നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. കഴിവുള്ള മനുഷ്യന്മാർ എഴുതി, കഴിവുള്ള ആൾക്കാർ ഇവിടെ പാടി, അത് ജനങ്ങൾ ഇവിടെ ഏറ്റെടുത്തിക്കണേ എന്നുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളുടെ കഴിവാണേ. അയ്യപ്പനെ സ്വർണ്ണം കാക്കാനും വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ഇവിടെ തുന്നിങ്ങാണ്ട് ഇവിടെ ഇറങ്ങി ഇവിടെ കട്ടുപാടെ കൊണ്ടുപോയി. അത് നിങ്ങളൊരു കഴിവിടെ എന്താ ഇത് പ്രദർശിപ്പിച്ചു. ആ കഴിവെന്തേലും കൈയോടെ അങ്ങോട്ട് പൊക്കി. ആ പൊക്കി നിങ്ങൾക്ക് ഇവിടെ പറ്റിയില്ല. അതിനുള്ള കരച്ചിലും കുരിപൊട്ടാലാണ് ഇവിടെ. നിങ്ങൾ കുരിയും പൊട്ടി നിങ്ങൾ കരഞ്ഞു അവിടെ കുത്തിറക്കി. പാട്ട് എന്തായാലും അടിപൊളി പാട്ടാ. ആ പാട്ട് എഴുതിയ ആൾക്കും ആ പാട്ട് പാടിയ മണിമുത്തിനും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ കുറിച്ച് പാർലമെന്റിൽ നമ്മുടെ UDF MP ഒരു പാട്ട് പാടി അതിനെക്കുറിച്ചാണ്. അതായത് ആരാണ് പിണറായിക്ക് ലൈസൻസ് കൊടുത്തത് അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ കക്കാൻ വേണ്ടി? അയ്യപ്പന്റെ സ്വർണം കട്ടവർ CPMകാരെന്ന് അറിഞ്ഞപ്പോൾ പിണറായി വിജയൻ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന് എന്തായാലും ഒരു ചെറിയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലുമില്ല പിണറായി വിജയൻ. അവർ സംരക്ഷിക്കുകയാണ് കള്ളന്മാരെ. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്. നാണോ മാനമുണ്ട് ഒറ്റകൾക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും റൈമിനുള്ള ചുട്ട മറുപടിയും കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കോൺഗ്രസിന്റെ പാട്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു അയ്യപ്പ ഒരു പാട്ട്, ഒരു പാരഡി പാട്ടാണ്. നിങ്ങൾ നോക്കൂ, അതിലാണ് അവർ ഊന്നിയത്. എടാ റൈമെ, നാണോ മാനോ ഉണ്ടോ നിനക്ക്? ഇത്തിരി ഉളുപ്പുണ്ടോടാ റൈമെ നിനക്ക്? ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് നീയൊക്കെ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ന്യായീകരിക്കാൻ വരുന്നു റൈമെ. അപ്പം ഞാൻ പറഞ്ഞാൽ കൂടി ഇപ്പോൾ. അപ്പം ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.